വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ മൂക്കടഞ്ഞ് ശ്വാസം കിട്ടാതെ, മണം കിട്ടാതെ, തൊണ്ടയടഞ്ഞ്, ടേസ്റ്റ് കിട്ടാതെ, എന്താ മര്യാദക്ക് വണ്ടി ഓടിക്കാൻ എപ്പോഴും പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വന്ന ഫ്ലോ പോയി. അപ്പൊ ശ്വാസം കിട്ടാതെ, മണം കിട്ടാതെ, ടേസ്റ്റ് കിട്ടാതെ, ചുമച്ച് പണ്ടാറടങ്ങി സുഖമായിട്ടിരിക്കണമെന്ന് വേണം പറയാൻ. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എന്റെ അവസ്ഥ വളരെ കട്ടപ്പൊക്കെയാണ്. ആദ്യം ഞാൻ വിചാരിച്ചു കൊറോണയാണെന്ന്. പിന്നെ നീണ്ട ഗവേഷണത്തിൽ എനിക്ക് മനസ്സിലായി ഇത് കൊറോണയും ഒന്നും അല്ല. എല്ലാ കൊല്ലത്തെയും പോലെ ഈ ഒരു സ്പ്രിംഗ് സീസൺ ആവുമ്പോ പോളൻസ് വരുമല്ലോ കുറെ. അപ്പോ പരാഗണം നടക്കുന്നതിന്റെ ഭാഗമായി എനിക്ക് നല്ല അലർജി വരാറുണ്ട്. ഹെയ് ഫീവറിന്റെ ഒരു ഷോട്ട് നമ്മൾ എടുക്കാറുണ്ട് കേട്ടോ ജീപ്പിടേന്ന്. അതെടുത്ത വർഷങ്ങളിൽ എനിക്ക് കുറവാണ്. ഇക്കൊല്ലം എന്നെ ജീപ്പി ഓർമ്മിപ്പിച്ചില്ല, ഞാനും ഓർത്തില്ല, അതുകൊണ്ട് ഷോട്ട് എടുത്തില്ല. അതുകൊണ്ട് എനിക്ക് നല്ല അലർജിയുടെ ഇഷ്യൂ ഉണ്ട്. ഞങ്ങൾ പിന്നെ പാരമ്പര്യമായിട്ട് ഈ അലർജി കൈമാറി വരുന്ന ഒരു ഫാമിലിയാണ്. തൊണ്ടയുടെ അകത്ത് ആരോ കയറുന്ന ചൊറിയ, ചെസ്റ്റിന്റെ അകത്ത് ആരോ കയറുന്ന ഇക്കിളിയൊക്കെ, അങ്ങനത്തെ പല പല അനുഭൂതികളിലൂടെയാണ് ഒരു ദിവസം ഞാൻ കടന്നു പോകുന്നത്. ചുമച്ച് തൊണ്ടയിൽ എനർജി ബാക്കിയില്ലാത്തത് കാരണം ഞാനും വിഷ്ണുവും തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകാറില്ല. വളരെ സൗമ്യമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകാറ്. ഇന്ന് ആക്ച്വലി നല്ല വെതറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുറത്തിറങ്ങാന്ന് വിചാരിച്ചതാണ്. കുറച്ച് കാലമായിട്ട് പെൻഡിങ് ആയിട്ട് വെച്ച് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഒരു അടിപൊളി സാധനം കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടോ? ഇത് യുവിക്ക് വിഷ് കൈനീട്ടം തന്നതാട്ടോ അമ്മി. ഇത് ചാറ്റ് GPT കൊടുത്ത് യുവിനെ ഒരു ഉണ്ണിക്കണ്ണനാക്കിയിട്ട് അതിന്റെ ബാക്കിലായിരുന്നു അമ്മി യുവിക്കുള്ള വിഷ് കൈനീട്ടം തന്നത്. അപ്പോ ബാക്കി ആ ദിവസം കിട്ടിയ എല്ലാ വിഷ് കൈനീട്ടും ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് യുവിക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം. അമ്മി അച്ഛനും നാട്ടിൽ നിന്ന് 10 യൂറോ വെച്ചിട്ട് യുവിക്ക് വിഷ് കൈനീട്ടം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഇന്ന് യുവിക്ക് നമ്മൾ 1, 2, 3 യുവിക്ക് ഇഷ്ടമുള്ള കുറച്ച് ടോയ്സ് വാങ്ങിക്കും. അതാണ് ആദ്യത്തെ പ്ലാൻ. രണ്ടാമത് കിങ്സ് ഡേ ആണ് മറ്റന്നാ. വിള്ളം ലക്സ് ആന്റോന്റെ ബർത്ത്ഡേ ആണ്. നമ്മളെല്ലാവരും ഇന്ന് ഓറഞ്ച് ഡ്രസ്സിലാണ്. എനിക്ക് ഓർമ്മയുണ്ട് എന്റെ വ്ളോഗ്. അപ്പോ യുവിയുടെ ആദ്യത്തെ ഇവിടുത്തെ കിങ്സ് ഡേ അല്ലേ. അപ്പൊ യുവിക്ക് എന്തെങ്കിലുമൊക്കെ ഓറഞ്ച് സംഗതികളൊക്കെ വെച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ചെയ്ത് ചുമ്മാ പുറത്ത് നടക്കാൻ പോവാം, ഒരു സെന്ററത്ത് പോകാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് വാങ്ങിക്കണം. പിന്നെ എനിക്കൊരു ലാപ്ടോപ്പ് വാങ്ങിക്കണം. ഇന്ന് ഓർഡർ ചെയ്യാൻ പറ്റുമോ അതോ കിട്ടുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിഷ്ണുവിന്റെ ലാപ്ടോപ്പിലാണ് ഇത്രയും കാലം പണിയെടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അത് ഒരു കച്ചറ സ്ഥലമാണ്. എന്താ ഒന്നും മനസ്സിലാവില്ല. ഒരുപാട് സാധനങ്ങളും സംഗതികളുമായിട്ട് നമുക്കൊന്നും പറ്റുന്ന കാര്യമില്ല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞ് ലാപ്ടോപ്പ് വാങ്ങിക്കണം. പിന്നെ നമ്മുടെ 1 മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചതിന്റെ എത്രയോ കാലമായിട്ട് വിഷ്ണു എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചരാന്ന് പറഞ്ഞ എന്നെ പറ്റിക്കായിരുന്നു. ഇന്ന് ഞാൻ കൈയോടക്കനെ പിടിച്ചു കൊടുത്തിട്ട് അതിനുള്ളൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. ഒരു 5 പുറത്തുനിന്ന് കഴിയണം. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം പുറത്ത് സ്പെൻഡ് ചെയ്യുന്ന നല്ല വെളിച്ചൊക്കെയുള്ള നല്ലൊരു ദിവസം. അപ്പൊ ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ്. അറിയോ, ഈ ഗ്ലാസ് ആട്ടോ വിഷ്ണുവിന് നമ്മള് അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുത്തത്. അതിനുശേഷം മാറ്റി വാങ്ങിച്ചായിരുന്നു. അപ്പൊ അത് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ പ്രവർത്തനം ഓക്കെ. നമ്മളിവിടെ ആംസ്റ്റൽഫെയിൻ സെന്ററത്താണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ ന്യൂവനപ്പിലോട്ട് വീട് മാറുന്നതിന്റെ മുന്നേ ആംസ്റ്റൽഫെയിൻ ആയിരുന്നല്ലോ നമ്മൾ താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഈ സെന്ററും ഇടയ്ക്ക് നമ്മളൊന്ന് വരാറുണ്ട്. പിന്നെ ഇവിടെ കുറേ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. ലവിഷ്, നീ എന്തിനാണ് അല്ലേ എന്ന് ചോദിച്ചാൽ താൻ ഇങ്ങനെ തലാട്ടുന്നത്? കുറെ കല്ലാന്ന് പറഞ്ഞൂടെ? എന്നാ ഞാൻ നല്ല സുന്ദരിയല്ലേ? എന്നാ വിഷ്ണുവിന്റെ കണ്ണുകളിൽ ഏറ്റവും സുന്ദരി ഞാനല്ലേ? ആ കണ്ടോ, അത് മതി. താഴോട്ട് പോവാം. ഞാൻ ഇത് നമ്മള് പ്രോപ്പർലി അന്ന് എണ്ണി നോക്കിയിട്ടില്ല കേട്ടോ. എത്രയാണ് യൂഷിയുടെ ഫസ്റ്റ് വിഷ് കൈനീട്ടുന്നുള്ളത് അതൊന്ന് നോക്കിയിട്ട് നമുക്ക് പോവാം. ഞാൻ കിട്ടുന്നത് മുഴുവൻ ഇതിന്റെ ബാക്കിൽ വെച്ചിരിക്കുകയായിരുന്നു. പടയ്ക്കുന്ന യൂറോ നോട്ടുകൾ ഉണ്ടാവും. 20, 30, 40, 45, 55, 65, 65, 65, 66, 67, 68 യൂറോ, 68 യൂറോ 50 സെന്റ്. 68 യൂറോ 50 സെന്റാണ് യുവിയുടെ ഫസ്റ്റ് വിഷ് കൈനീട്ടം. അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് യൂഷി നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോണേ. ഇത് നമുക്ക് മെമ്മറി ബോക്സിൽ എടുത്ത് വെക്കാട്ടോ. നല്ല രസമല്ലേ? നമുക്ക് പോവാം. തിരക്കിലിറങ്ങിയപ്പോൾ നമ്മൾ യൂഷിയുടെ ഷൂടാൻ മറന്നു അല്ലേ? യൂഷ് ഷൂടാൻ മറന്നു. യൂഷ് ഇതൊക്കെ ഓർമ്മിപ്പിക്കണ്ടേ?
നമ്മളെല്ലാരും ഒന്നൊരു മഞ്ഞ ടച്ചിലാണ്. വിഷ്ണുവിന് മഞ്ഞ ഷൂ. എന്താ തിത്തിത്താര കളിക്കുന്നത്? യൂഷി മഞ്ഞ ടോപ്പ്, ഞാൻ ഒരു മഞ്ഞ ഷർട്ട്. എന്താ ഒരു രസം. നല്ല വെതറൊക്കെ ആകുമ്പോഴുള്ള ആൾക്കാർ മുഴുവൻ പുറത്താകണ്ടോ. അടിപൊളി. ഷോപ്പിംഗ് കിടക്കുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു ചെറിയ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടക്കാം കേട്ടോ. നല്ലോണം വിശക്കുന്നുണ്ട്. നമ്മളൊരു വിയറ്റ്നാമീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നിട്ടുള്ളത്. ഒരു നൂഡിൽസും റൈസും ഒക്കെ പറയാമെന്ന് വിചാരിച്ചു. യുബിയുടെ ക്ഷമ പോകുന്നതിന് മുന്നേ നമുക്ക് ഓർഡർ ചെയ്യണം. ഞാനൊരു പ്രോൺസ് ചിക്കൻ ഫ്രൈഡ് റൈസും വിഷ്ണു ഒരു പ്രോൺസ് ബീഫ് നൂഡിൽസുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് ടേസ്റ്റ് ഇല്ലാത്ത കാരണമാണ് ഇതിന് ഒട്ടും ടേസ്റ്റ് വന്നാത്തതെന്ന്. പക്ഷെ അങ്ങനെയായിരുന്നില്ല. ഫുഡ് അത്ര ഇങ്ങോട്ട് രസം ഉണ്ടായിരുന്നില്ല കേട്ടോ. യുബി പുതിയൊരു സ്ഥലത്തെത്തിയതിൻ്റെ ഒരു അമ്പരപ്പുണ്ടായിരിക്കുമല്ലോ, അത് കുറച്ചധികം നേരം ഉണ്ടായിട്ട് ഈ ഒരു സ്ട്രോളറിൽ തന്നെ ഇരുന്നിട്ട് ടീത്തറൊക്കെ വെച്ച് ചുറ്റും നോക്കിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ നേരം. 2 കുഞ്ഞിപ്പല്ല് താഴെ ഇങ്ങനെ ഓൾമോസ്റ്റ് പുറത്തെത്തി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈം അവൻ്റെ തൊണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞിട്ട് പല്ല് ഫീൽ ചെയ്തത് ഞങ്ങൾക്കൊരു ഭയങ്കര മിക്സ്ഡ് ഇമോഷൻ ആയിരുന്നു കേട്ടോ. അവൻ്റെ ഗ്രോത്ത് നന്നായിട്ടാണ് പോണേന്ന് ആലോചിച്ചതിൻ്റെ സന്തോഷമുണ്ട്. പക്ഷെ അതേസമയം ആ ഒരു തൊണ്ണ് നമ്മൾ മിസ് ചെയ്യൂലോ. ഭയങ്കര രസമായിരുന്നല്ലേ തൊണ്ണ് കാണിച്ചിട്ടുള്ള കരച്ചിലും ചിരിയും ഒക്കെ. അപ്പം ഇനി പല്ലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. ജനിച്ചതിന് ശേഷം ആദ്യമായിട്ട് ഇത്രയും സൺലൈറ്റ് കണ്ടത് ഞെട്ടല്ല തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടോ ലോകത്ത് അല്ലേ? ഒപ്പം എൻ്റെ കണ്ണടി, അതും പുള്ളിക്കൊരു ഞെട്ടലാണ്. എന്തൊക്കെയാ ടേബിളില്. ഊഷൻ ഇസ് അലമ്പൻ, അതുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. എനിക്ക് ചെമ്മീൻ്റെ വേവ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഹോട്ടൽ അത്ര പോരാ, ഉപ്പുമില്ല. യുവി ഇപ്പണ്ടല്ലോ, യുവി ക്രാക്കർ കഴിച്ചതിൻ്റെയാണ് ചുണ്ടിന് ചുറ്റും കാണാനുള്ളത് അല്ലേ? യുവി ഇപ്പോൾ ഒരു മാഗ്നറ്റ് പോലെ ഇരിക്കണു. എങ്ങോട്ട് പോയാലും എന്ന് പറഞ്ഞാൽ കിടങ്ങി പിടിച്ചിട്ട് എത്തും അല്ലേ? എത്ര ദൂരെ പോയാലും അവസാനം എൻ്റെ ഒക്കത്തുണ്ടാവും. ഞാൻ യുവിയുടെ ഐലാഷസിന്റെ ഫാനാണ് കേട്ടോ. കുറച്ച് വലുതാവുമ്പോൾ അത്ര എവിഡന്റ് ആവുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഇപ്പൊ നല്ല രസമാണ്. ഫുഡ് അത്ര പോരായിരുന്നു. ഉപ്പും ഉണ്ടായിരുന്നില്ല, എരിവും ഉണ്ടായിരുന്നില്ല, പുളി ഉണ്ടായിരുന്നില്ല. എരിവ് പിന്നെ ഇവിടെ അധികം ഭക്ഷണങ്ങൾക്കും ഇല്ല. ഇത് ഉപ്പും ഉണ്ടായിരുന്നില്ല. എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ സുഖം ഉണ്ടായിരുന്നില്ല. ഇവൻ പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നേല് അവന്റെ ടോയ്സും ടീത്തറും എല്ലായിടത്തും നിലത്തിട്ടായിരുന്നു. അതെല്ലാം കഴുകി വൃത്തിയാക്കി വെളുപ്പിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ പുറത്തു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമ്മള് കുട്ടീനെ വേറെ സ്ഥലത്തിരുന്ന് നോക്കാന്നൊരു ഫീലേ കിട്ടുന്നുള്ളൂ അല്ലേ? അല്ലേ? പുറത്ത് മുന്നേ നമ്മളിങ്ങനെ ചില്ല് ചെയ്യാൻ പോവാന്നുള്ളത് മാറിയിട്ട് വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ട് കുട്ടിക്ക് വേണ്ടി ചെയ്യുക അല്ലേ? പക്ഷെ ഇതൊക്കെ വളരെ കുറച്ച് കാലമേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കും കേട്ടോ. ഒരു 2-3 കൊല്ലം കഴിയുമ്പോഴേക്കും നമ്മുടെ ഡിപ്പെൻഡൻസി അവന് കുറയും. അപ്പം അത് നമുക്കൊരു വിഷമമാണ്. പേരൻറ്റിങ് ഒരു മിക്സ്ഡ് ഇമോഷനാണ്. ഭയങ്കര ഹൈസും ഭയങ്കര ഡൗണും ഒക്കെ തോന്നണേ അടിപൊളിയായിട്ടൊരു ഇമോഷനാണ്. ഇന്നിവിടെ നല്ല റഷുള്ള ദിവസം കേട്ടോ. അത്യാവശ്യം വെതറൊക്കെ നന്നായി തുടങ്ങുക. ഒരു വീക്കെൻഡും കൂടെ ആകുമ്പോൾ ആരൊക്കെ വീട്ടിലിരിക്കാൻ തോന്നുന്നല്ലേ? ഞാൻ തന്നെ നേരത്തെ പറഞ്ഞില്ല, ഇത്ര അധികം സൺലൈറ്റ് ഇപ്പം അടുത്തുണ്ടായിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു സന്തോഷം ആഹ്ലാദം എല്ലാവർക്കും ഉണ്ട്. നമുക്ക് ആദ്യം യുവിയുടെ ടോയ് വാങ്ങിക്കാൻ വേണ്ടി പോവാം. കുറച്ച് കച്ചറയായി തുടങ്ങിയിട്ടുണ്ട്. കാരണമൊന്നുമില്ല, ഇത്രയൊക്കെയുള്ള ഒരു ക്ഷമ ഉണ്ടാവുള്ളൂ. ആദ്യം നമ്മൾ ഹേമയിൽ വരാമെന്ന് വിചാരിച്ച് കിങ്സ് ഡേക്ക് യുവിക്ക് പറ്റുന്ന കുറച്ച് ആക്സസറീസ് വാങ്ങിക്കാൻ. വിഷ്ണുവിന് വാങ്ങിക്കണല്ലോ കുറച്ച്. ഫസ്റ്റ് കിങ്സ് ഡേക്ക് വിഷ്ണു അങ്ങനെ ഹെയർ ബാൻഡൊക്കെ വെച്ച്, താങ്ക് യു സോ മച്ച്, ഹെയർ ബാൻഡൊക്കെ വെച്ച് കാണിച്ചായിരുന്നു എന്തൊക്കെയാ ഇവിടെ ആക്സസറീസ്. കണ്ടോ ഇവിടെയൊക്കെ ഓറഞ്ച് ഡ്രസ്സ്, ഓറഞ്ചാണ് നമ്മുടെ മെയിൻ കളർ. ഇനി ഇത് കണ്ടോ കിങ്സ് ഡേ പ്രമാണിച്ചിട്ടുള്ള ഹെയർ ബാൻഡ്സ്, പിന്നെ എല്ലാ സംഗതികളും ഉണ്ട് ഇവിടെ. ഇത് ഞാൻ ആദ്യത്തെ കൊല്ലം വാങ്ങിയിട്ടുണ്ടായിരുന്നു മാല. കിങ്സ് ഡേ സത്യം പറഞ്ഞ ഒരു വൈബ് തന്നെയാണ് കേട്ടോ. എൻ്റയർ കൺട്രി ഭയങ്കര അടിപൊളിയായിട്ട് ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഞാനത് നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടുന്ന് നമ്മൾ ഈ ഒരു മാലയും അതേപോലെ നെതർലൻഡ്സിൻ്റെ ഫ്ലാഗ് നമുക്കിങ്ങനെ മുഖത്ത് വരയ്ക്കാൻ പറ്റുന്ന ഈ ഒരു ചോക്ക് പോലത്തെ ഒരു സംഗതി നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് ശരിക്കും എന്താ പറയാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇതെല്ലാവരും ഇങ്ങനെ വരയ്ക്കുന്ന കാണാം കിങ്സ് ഡേയുടെ അന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച വിഷമമായത്, ഇവിടെ കിഡ്സിൻ്റെ ഒരു ടോയ് ഷോപ്പ് ഉണ്ടായിരുന്നു, 2 അടച്ചു പോയി. സാറില്ല, നമുക്ക് വഴി ഉണ്ടാക്കാം, വേറെ സ്ഥലത്ത് പോവാം. പക്ഷെ അതിനാലും ഭയങ്കര കഷ്ടമല്ലോ. കിഡി കാറാ കുറച്ചും കൂടെ വലുതായിട്ടാ. ഇവിടെ നമുക്ക് കുഞ്ഞു പിള്ളേരെ കൊണ്ടുനടക്കാൻ വേണ്ടി ഒരു കുഞ്ഞു കാർ നമുക്ക് റെന്റിന് എടുക്കാം. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇന്റർ ടോയ്സ് ഇവിടെ അടച്ചു പോകുന്നുള്ളത്. ഒരു 3 ആഴ്ച മുന്നേ ഞാൻ ഇവിടെ വന്നപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഏത് ഒരു കിഡ് ഷോപ്പ് വന്നാൽ അടച്ചു പോകുന്നുണ്ട്. എന്തുകൊണ്ടോ യോഗ ഇല്ല കേട്ടോ.
പോണ വഴിക്കൊക്കെ നമ്മൾ ഓരോന്ന് കളഞ്ഞും കൊണ്ടാ വരിക. യൂഷ് നമ്മളെ മാക്കിൽ വന്നാട്ടോ, ഞാൻ പറഞ്ഞില്ല എനിക്കൊരു ലാപ്ടോപ്പ് നോക്കണം എന്ന്. ഇപ്പൊ മാക്കിന്റെ നിയോ ഇറങ്ങിയിട്ടുണ്ട്. അത് എന്റെ ഉപയോഗത്തിന് പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് വിഷ്ണുവിന്റെ അഭിപ്രായം, പ്രദുവിന്റെയും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നാണ്. ഇതാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന നിയോ. ഇത് നല്ല അടിപൊളി കളേഴ്സിലുണ്ട് കേട്ടോ പലതും. അതെ അതെ, അപ്പൊ പച്ച കളർ എടുക്കാം. മുന്നേയൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ കുറച്ചൊക്കെ ഉറങ്ങുക എന്നുള്ളൊരു ശീലമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റി പിടിച്ചിട്ടുണ്ട്. കുറേ നേരം നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഒബ്സർവ് ചെയ്യും. അതിനുശേഷം ബോറടിച്ച് കഴിഞ്ഞാൽ നമ്മൾ കരഞ്ഞ് കച്ചറ ഉണ്ടാക്കും, എല്ലാ പിള്ളേരെയും പോലെയൊക്കെ തന്നെ. അപ്പോൾ ആ പരിപാടികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നായിരുന്നല്ലോ എല്ലാം. സിട്രസ് കളർ വേണമെന്ന് പറഞ്ഞു, വേണ്ട GB പറഞ്ഞു, അവരിപ്പോൾ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ഒരു മാക്ബുക്ക് നിയോ ഓണറാവാൻ പോവുകയാണ്. ഇത് ഭാഗ്യത്തിന് അവരുടെ സ്റ്റോക്കിൽ പ്രൊഡക്റ്റ്. അപ്പം നമ്മൾ എടുക്കാൻ പോവാണ്. ഒരു ഇൻഷുറൻസും അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യണം. നമ്മളങ്ങനെ മാക്ബുക്ക് നിയോ എടുത്തു. ഞാനീ എടുത്തത് കവറ് ഞാൻ എടുക്കാമെന്ന്. മാക്ബുക്ക് നിയോ എടുത്തു. ഇതെൻ്റെ ലൈഫിലെ സെക്കൻഡ് ലാപ്ടോപ്പാണ്. ആദ്യത്തെ ഒരു ലെനോവോ ആയിരുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് 3rd ഇയർ പഠിക്കുമ്പോൾ വാങ്ങിയത്. പിന്നെ അതിനുശേഷം അത് അമ്മ വാങ്ങി തന്നായിരുന്നു. ഞാൻ ആദ്യമായി എനിക്ക് വേണ്ടി വാങ്ങിയ ലാപ്ടോപ്പാണ്. എന്നിട്ട് ഞാൻ പൊടി പൊളിക്കും. രണ്ടുപേരുടെയും വിദഗ്ധമായ ഒരു ഗവേഷണത്തിൽ ഇന്റർ ടോയ്സ് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. യുവിയുടെ ഇന്റർ ടോയ്സ് ഉണ്ടോ? ഇന്റർ ടോയ്സ് ഉണ്ട്. നമ്മളപ്പോ യുവിയുടെ വിഷ് ചെയ്യുന്നിടത്തുള്ള ടോയ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോവാണ്. ഇന്റർ ടോയ്സ് അവർ ബിൽഡിംഗ് മാറ്റിയായിരുന്നു പുറത്തോട്ട്. അപ്പോൾ ആംസ്റ്റൽഫൈന് ഡച്ച് ആൾക്കാർ പൊതുവെ ഇങ്ങനെ മിനി ബോംബെ എന്ന് പറയും കേട്ടോ. കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യൻസ് ഉള്ള ഒരു സ്ഥലം നെതർലാൻഡ്സിൽ തന്നെ ചിലപ്പോൾ ആംസ്റ്റൽഫൈൻ ആയിരിക്കും. അതാണ് ഇന്റർ ടോയ്സ്. ഇത് ഇവിടുത്തെ വലിയൊരു ടോയ്സിന്റെ ഷോപ്പാണ് കേട്ടോ. ഞാൻ തുടക്കത്തിൽ വന്ന കൊല്ലം ഇന്റർ ടോയ്സ് ബാങ്ക്രപ്റ്റായി പൂട്ടാൻ പോകുക എന്നൊക്കെ ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ടായിരുന്നു. കള്ളത്തരാന്നാ തോന്നണം. അല്ലെങ്കിൽ ഇപ്പോൾ 7 കൊല്ലമില്ലേ പൂട്ടുന്ന സമയം കഴിഞ്ഞില്ലേ. വെറുതെ ഒരു ബ്രാൻഡിനെ പറ്റിയിട്ട് അങ്ങോട്ട് കുറ്റം പറയുക. എനിക്ക് ഓർമ്മ ഉണ്ടോ അങ്ങനെ പറഞ്ഞത്? ഇന്റർ ടോയ്സ് ബാങ്ക്രപ്റ്റ് ആണ്, പൂട്ടാൻ വേണ്ടി പോകാന്നൊക്കെ പറഞ്ഞായിരുന്നു ആരൊക്കെയോ. പക്ഷെ ഒരു ബാങ്ക്രപ്റ്റ് അല്ല എന്നുള്ളത് അടുത്ത 7 കൊല്ലത്തിൽ അവർ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇതിവിടെ അത്യാവശ്യം വലിയൊരു കട കേട്ടോ. പിള്ളേരുടെ എല്ലാ ഏജിലുള്ള പിള്ളേർക്കും പറ്റുന്ന ടോയ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു നല്ല കട. ഇങ്ങനെ സൈക്കിൾ തന്നെയാണ് 3 വീൽസ് ഉള്ളത്. പക്ഷെ നമുക്കതിൽ സ്ട്രോളർ പോലെ ഇങ്ങനെ കൊണ്ടുപോകാനും പറ്റും. ഇത് 10 months+ ആണ് വരുന്നത്. അപ്പോൾ ഇത് ഇവനെ വാങ്ങിച്ചാൽ കൊള്ളാമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താണ് പിതാശ്രീയുടെ അഭിപ്രായം? എല്ലാം കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് മതി. ഇത് വിഷ്ണു എൻ്റെ അമ്മേനെ പോലെ. ഞാൻ സ്കൂട്ടർ ഓടിക്കാൻ വേണ്ടി പഠിച്ചപ്പോൾ അമ്മേനോട് പറഞ്ഞതാണ് വട്ടത്തിൽ ഓടിച്ച് പഠിച്ചിട്ട് റോട്ടിക്ക് ഇറക്കിയാൽ മതിയെന്ന്. ഞാൻ 4 കൊല്ലം വട്ടത്തിൽ ഓടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞാണ് ഞാൻ റോട്ടിക്ക് ഇറക്കിയത്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നമുക്കത് എടുക്കാം. എടുക്കണ്ടേ? 10 months+ ആണോ? 9 months ആയില്ലേ? 10 months+ ആണ്. ഇതും കൊള്ളാട്ടോ. ഇത് നമുക്ക് കുറച്ചും കൂടെ ഇരുന്നിട്ട് ബെൽറ്റ് ഒക്കെ ഇടുമ്പോൾ കുറച്ചും കൂടെ സേഫ് ആയിട്ടിരിക്കാൻ പറ്റും. ഇത് +6 months +10 months ആണ്. അപ്പോൾ വോക്കർ പോലെ ഉപയോഗിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു 6 months തൊട്ടിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. നോക്കണ എന്താ നോക്കണ? വാങ്ങിക്കല്ലേ? ഇത് വാങ്ങിക്കാന്നാ വിചാരിക്കണം. എന്താ വാങ്ങിയ നോക്ക്. ഒരു ബിഗ് കാറ് നമുക്ക് ബെൽറ്റ് ഇട്ടിരിക്കാം അതിൻ്റെ അകത്ത്. വാങ്ങിക്കുമെന്നാവോ? യുവർ ഡാഡീസ് ഫ്രീ. ഇത് എടുക്കണമെന്ന് തീരുമാനിച്ചു കേട്ടോ. കാരണം അതിപ്പോൾ വേണ്ട, ഒരു 2 months കഴിഞ്ഞിട്ട് മതി എന്നാണ് ഇഷ്ടം നീണ്ട ഗവേഷണത്തിൽ കണ്ടുപിടിച്ചത്. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. എന്തെങ്കിലും കണ്ണ് പൊടിയിടാളൊന്നും 2 സാധനം എടുക്കാം. എനിക്കൊരു ബോൾ വാങ്ങിക്കാം. ബോൾ ഇഷ്ടമാണ്. വേണോ യൂഷിക്ക്? ബോൾ വേണോ? ഗുഡാണോ ബോള്? ഏത് ബോൾ ഇഷ്ടമായത്? അതാ ഏത് ബോൾ ഇഷ്ടമായത്? ഓറഞ്ചാണ് ഇഷ്ടമായത്? നമ്മളങ്ങനെ തിന്നാനല്ല കേട്ടോ, നേരെ വായേക്കാം. നമ്മളങ്ങനെ ഈ ഒരു 2 ബോൾ എടുത്തു. പിന്നെ അവനിഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന 2 ടോയ്സും എടുത്തു. ബാക്കി സംഗതികൾ വാങ്ങിക്കാൻ നമുക്ക് പിന്നെ വരാം. ഇതൊരു സ്ലോ ആണ് ആ ഒരു ലിഫ്റ്റ് എന്ന് അറിയോ. ഞാനതുകൊണ്ട് സ്റ്റേഴ്സ് അങ്ങോട്ട് ഇറങ്ങി. ഇവിടെ കടകൾ 6 മണി വരെയാണ് കേട്ടോ സാറ്റർഡേ ഉള്ളത്. നമ്മുടെ ഇവിടുത്തെ ഏകദേശം ഷോപ്പിംഗ് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ അടുത്തുള്ള ഒരു ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റിൽ പോവുകയാണ്. എനിക്ക് അവിടുന്ന് ഒരു സൺഗ്ലാസ് നോക്കണം എന്നുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരു ബ്രാൻഡഡ് സൺഗ്ലാസ് വാങ്ങിയിട്ടില്ല. കാരണം എപ്പോഴും എൻ്റെ പവർ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ ലെൻസ് കാർട്ട് എന്നാണ് നാട്ടിൽ നിന്ന് അധികം സൺഗ്ലാസ് വാങ്ങിക്കാറ്. എന്നിട്ട് അതിൽ പവർ ചെയ്യിക്കും ചെയ്യും. ഇതും ലെൻസ് കാർട്ടാണ്. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ ഒരു സൺഗ്ലാസ് മേടിക്കാം. അപ്പോൾ കുറച്ചായിട്ട് എൻ്റെ പവർ കുറച്ച് സ്റ്റേബിളാണ്.
അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിക്കാൻ വേണ്ടി പോവുക. അതാണ് വിഷ്ണുവിൻ്റെ ഗിഫ്റ്റ്. 1 മില്യൺ ഇൻസ്റ്റാഗ്രാമിൽ എന്നോ ആയത് കേട്ടോ. അല്ലേ, മറന്നു പോയായിരുന്നു ഞാൻ. പക്ഷെ നൈസായിട്ട് അങ്ങനെ ഓർമ്മിപ്പിച്ചു. എങ്ങോട്ടാ നമ്മൾ പോണേ? ബോൾ പിടിച്ചിരിക്കണത്. ബോൾ നമുക്ക് അല്ലെങ്കിൽ മുന്നേ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്. തുടക്കത്തിലൊക്കെ നമ്മൾ പാസിഫയർ ഒക്കെ ഒരു തവണ നിലത്ത് വീഴുമ്പോഴേക്ക് അത് എടുക്കുന്നു, വീണ്ടും സ്റ്റെറിലൈസ് ചെയ്യുന്നു, ചൂടുവെള്ളത്തിലാക്കുന്നു, അങ്ങനെ കൊടുക്കുള്ളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അന്നേ അമ്മുച്ചേച്ചിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു കുറച്ച് കഴിയട്ടെ, വീണാൽ നമ്മൾ തുടച്ചെടുത്ത് കൊടുക്കേണ്ട ഒരു ലെവലിലേക്ക് എത്തും, നമുക്ക് ആ ഒരു ലെവലിലേക്ക് നമ്മൾ വളരും കുറച്ച് കഴിയുമ്പോൾ. ഞാൻ ആ ലെവലിലേക്ക് വളർന്നിട്ടില്ലെങ്കിലും സ്ലോലി ഞാനും വിഷ്ണു ഇങ്ങനെ ലീനിയൻ്റ് ആയി വരുന്നത് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഒരു ടോയുടെ അകത്തുനിന്ന് ഒരു കുഞ്ഞു ബോള് പുറത്തേക്ക് വന്നതിന് ശേഷം അത് വെച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം ഒരു ബോള് വാങ്ങിച്ചു കൊടുക്കണം, വായിലിട്ടരുത് വിചാരിച്ചോ വാങ്ങിച്ചു കൊടുക്കണം എന്നിങ്ങനെ വിചാരിച്ചായിരുന്നു. ഇതിൻ്റെ ഉള്ളൊരു ചെറിയ കിലുക്കുണ്ട്. അടിപൊളി. നമുക്ക് ഇവിടുന്ന് 12 മിനിറ്റാണ് ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റിലോട്ട്. നമ്മൾ ഔട്ട്ലെറ്റിൽ അവിടെ ഒരു സൺഗ്ലാസ് ഹട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അവിടുന്നാണ് ഞാൻ സൺഗ്ലാസ് എടുക്കാം അല്ലെങ്കിൽ നോക്കാം എന്ന് വിചാരിച്ചത്. എനിക്ക് പിന്നെ ഇപ്പോഴത്തെ റീസെൻറ്റ് മോഡൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ് സംഗതി ഒന്നും വേണമെന്നില്ല. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം മോഡലൊക്കെ അന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും നോക്കാമെന്ന് വിചാരിച്ചു. യൂഷി ഉറങ്ങിയിട്ടുണ്ട്. ബാക്കിൽ കണ്ട അവിടെ ഒരു മിററുണ്ട്, അത് വിഷ്ണുവിന് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇനി അവിടെ നടക്കുന്നതിനിടയിൽ യൂഷിയുടെ കരച്ചിലൊന്നും ഉണ്ടായിരിക്കില്ല. കുറച്ച് നേരം അവന് ഉറക്കം വന്നിട്ട് അവൻ വാശി പിടിക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ നെതർലൻഡ്സിൽ ഇപ്പോൾ ടെസ്ലയ്ക്ക് FSD വന്നിട്ടുണ്ട്. എന്താണ് FSD? ഫുൾ സെൽഫ് ഡ്രൈവിംഗ് വന്നിട്ടുണ്ട്. അത് ഇത്രയും കാലം ഉണ്ടായിരുന്നില്ല. ഇവിടെ യൂറോപ്പിൽ എല്ലാ രാജ്യത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നെതർലൻഡ്സിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ പോലെ വന്നിട്ടുള്ളത്. €100 എന്തോ ആണ് പെർ മന്ത് വരുന്നത് എന്ന് പോലെയാണ്. കറക്റ്റ് അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു കുറെ പേർക്ക് ഇപ്പം 1 മന്ത് ട്രയൽ കൊടുത്തിട്ടുണ്ട്. അവൈലബിൾ ആണ്. എനിക്ക് അവൈലബിൾ അല്ല. പക്ഷേ ആ 1 മന്ത് കഴിഞ്ഞാൽ നമുക്ക് മന്ത് ഓൺ മന്ത് വേണമെങ്കിൽ €100 സബ്സ്ക്രിപ്ഷൻ എടുക്കണം. എന്ത് സുഖ, ജസ്റ്റ് സീറ്റിൽ ഇരുന്നാൽ മതി. ഇവിടെ അങ്ങനെ ഇരിക്കുക. ഇരുന്നതിന് ശേഷം നമ്മൾ ഡെസ്റ്റിനേഷൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ലൈൻ കട്ട് ചെയ്യുന്നതും ഓവർടേക്ക് ചെയ്യുന്നതും എല്ലാം വണ്ടി നോക്കിക്കോളും. നമ്മളവിടെ എത്തുമ്പോൾ ഇറങ്ങിയാൽ മതി. ഉറങ്ങാൻ പറ്റുമോ ഡ്രൈവർക്ക്? അത് ഉറങ്ങി എന്നുള്ള ടെസ്റ്റില കണ്ടുപിടിക്കുക. ഇപ്പൊ ഞാൻ ഓട്ടോ പൈലറ്റിലാണ് ഓടിക്കുന്നത്. ഓട്ടോ പൈലറ്റിൽ ഓടിക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗിൽ കൈ വെച്ചില്ലെങ്കിൽ ഓട്ടോ പൈലറ്റ് അലാറം അടിക്കും. FSDയിൽ അതിന്റെ ഇതെങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ഞാൻ അത് വായിച്ചിട്ടില്ല. ഒരു മന്ത് എടുത്തു നോക്കി കൂടെ? അങ്ങനെങ്കിൽ യുവീനെ ഇതിൽ വെച്ച് വിടായിരുന്നു. പാവം ഗീതുവിന്റെ അങ്ങനെ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തുമ്പോ ഗീതു എടുക്കുന്നു, തിരിച്ച് കാർ സീറ്റിൽ വെച്ചിട്ട് ഇവിടുത്തെ ഡെസ്റ്റിനേഷൻ ഇടുന്നു. അല്ല, ഇത് ഞാൻ തമാശ പറഞ്ഞാട്ടോ. യൂഷി നല്ല ഉറക്കാണ്. എങ്ങനെ എണീപ്പിക്കാതെ എടുക്കാം? എണീച്ചു പോരുന്നതാണ്. ആമേ ഇവിടെ ഈ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ് രാത്രി 8 മണി വരെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 5:15 ഉള്ളൂ. അതുകൊണ്ട് സമയം ഇഷ്ടം പോലെ ഉണ്ട്. വിഷ്ണുവിന് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ്. ബൈ ഔട്ട്ലി ബെസ്റ്റ് ബ്രാൻഡ്സ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ സൺഗ്ലാസ് ഹട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതെങ്ങനെയുണ്ട്? ഇവിടെ നമ്മൾ 1-2 മോഡൽസൊക്കെ നോക്കിയിട്ടോ. പക്ഷെ അപ്പുറത്തുള്ള സൺഗ്ലാസ് ഹട്ടിൽ എനിക്ക് ഇതിനേക്കാളും വെയിലിവിടുന്ന നല്ലത് തോന്നിയായിരുന്നു. അവിടെയും കൂടെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം നമുക്ക് ഫൈനലൈസ് ചെയ്യാം. UV ബാക്കിൽ അക്ഷമനായിട്ട് ഫോർമുലയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നമ്മൾ പുറത്ത് ഫോർമുല കൊണ്ടുപോവുക എങ്ങനെയാന്നുള്ളത് നിങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇപ്പോൾ 120 ml അവൻ കുടിക്കാറ്. അപ്പോൾ 4 സ്കൂപ്പാണ് വരുന്നത്. അപ്പോൾ അത് നമ്മളിങ്ങനെ കണ്ടെയ്നേഴ്സിലായിട്ട് എടുക്കും. എന്നിട്ട് ഈ ഫ്ലാസ്കിൽ നമ്മൾ വെള്ളം കൊണ്ടുപോകും. ഇതിൽ നമുക്ക് ഹീറ്റ് ചെയ്യാട്ടോ, നമുക്ക് വേണ്ട ടെമ്പറേച്ചറിൽ. ഇത് നിങ്ങൾക്ക് തന്നെയാണ് എൻ്റെ ചങ്ങായി. നിങ്ങളൊരുമാതിരി പാലിൻ്റെ ബോട്ടിലിടാണ്ട് കൺട്രോൾ പോകും. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. നമുക്കിങ്ങനെ മുകളിൽ തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ആ മെഷർ ചെയ്തെടുത്ത ഫോർമുല പൗഡർ ഇങ്ങനെ കറക്റ്റായിട്ട് അതിലിടാൻ പറ്റും. എന്നിട്ട് എല്ലാം കൂടെ നന്നായി കുലുക്കുക, എടുക്കുക, കുടിക്കുക.
നമുക്കിവിടെ ഈ സൺഗ്ലാസ് ഹട്ടിലൊന്ന് കയറി നോക്കാം. എനിക്ക് പൊതുവേ ഉണ്ടല്ലോ വലിയ കണ്ണടകളാണ് എൻ്റെ മുഖത്ത് വെക്കാൻ എനിക്കിഷ്ടം. പക്ഷെ എൻ്റെ മുഖം ഒട്ടും അങ്ങനെ വലിയ മുഖമല്ല, ചെറിയ മുഖമാണ്. അതുകൊണ്ട് തന്നെ വലിയ കണ്ണട വെക്കുമ്പോൾ മുഖത്തിലെ വലിയൊരു ഏരിയ കണ്ണട തന്നെ കവർ ചെയ്യും. അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചും കൂടെയൊക്കെ ചെറിയ കണ്ണടകൾ ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കാറുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും സാറ്റിസ്ഫാക്ഷൻ കിട്ടാറ് വലിയ കണ്ണട. സൺഗ്ലാസ് എന്ന ആഗ്രഹം തീർന്നു എന്ന് പറഞ്ഞാലേ ഞാൻ ഇവരോട് ചോദിച്ചു, ഞാൻ ഇവിടുന്ന് ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ പവർ ചെയ്യിപ്പിക്കാൻ എല്ലാത്തിലും പറ്റില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അവിടെ നിൽക്കുന്ന ലേഡിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ പിന്നെ ഞാൻ ഇവിടുന്ന് റാൻഡംലി ഏതെങ്കിലുമൊക്കെ ഗ്ലാസ് എടുത്ത് പിന്നെ അത് പവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് പവർ ചെക്ക് ചെയ്യാൻ പറ്റുന്ന കടകളുണ്ട്. അവിടെ പോയി നോക്കിയിട്ട് അവിടുന്ന് സൺഗ്ലാസ് എടുക്കണോ വേണ്ടെന്നുള്ളത് തീരുമാനിക്കാം. എപ്പോഴും ഈ പവർ ഉള്ളത് കാരണം എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഇതിൽ ഭയങ്കര ഇൻവെസ്റ്റ് ചെയ്യല്ല സ്പെൻഡ് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് തൽക്കാലം ഹോൾഡ് ചെയ്തു. എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുള്ള യോഗ അല്ലല്ലോ വിഷ്ണു. ഇവന് മറ്റേ കിങ്സ് ഡേക്ക് ഒന്നും വാങ്ങിയില്ല. അപ്പം മാറ്റാൻ വേണ്ടി നമുക്ക് ഓൺലൈനിലൊന്ന് കയറാം. എനിക്കിഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഓൺലൈൻ കേട്ടോ. ഇവരുടെ കുറേ ഫിറ്റിങ്സ് ഒക്കെ എനിക്ക് നല്ല കറക്റ്റായിട്ട് തോന്നാറുണ്ട്. ഇന്ന് കിട്ടുമെന്ന് അറിയില്ല. ചില ദിവസം നമുക്ക് ഒട്ടും ഷോപ്പിംഗ് മൂഡ് ഉണ്ടായിരിക്കില്ലല്ലോ. എത്ര നല്ല ഡ്രസ്സ് കണ്ടാലും നമുക്ക് വാങ്ങിക്കാൻ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കില്ല. ഇന്ന് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ ഒരു കോഡ് സെറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു ക്രീമും അതേപോലെ തന്നെ ഒരു ഡാർക്ക് ബ്ലൂവും കൂടെ വരുന്ന ഒരു കോഡ് സെറ്റ്. ഈ ഒരു കോഡ് സെറ്റ് നല്ല രസമല്ലേ കാണാൻ. പക്ഷെ ഇന്ന് ഞാനൊന്നും വാങ്ങിക്കുന്നില്ല. ഇപ്പൊ അങ്ങനെ എവിടെ കേറിട്ടും കാര്യമില്ല. ഇപ്പൊ അധികം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോന്ന് തന്നെ അറിയില്ല. ഞാൻ അധികം ഇപ്പൊ ഇങ്ങനത്തെ ഒരു ലൂസ് ഷർട്ടും ഒരു ലൂസ് പാൻസും, ഈ പാൻസൊക്കെ ഞാൻ അലക്കിയ കാലം ഞാൻ മറന്നു തോന്നുന്നു, ചുമ്മാട്ടോ. പക്ഷെ അത്രയും ഞാനിപ്പോൾ ഈ ഒറ്റ ജീൻസ് മാത്രം ഇടാറ്. അതെപ്പോഴും കണ്ണു പോവുക അങ്ങനത്തെ ലൂസ് ഷർട്ടിക്കും ജീൻസിക്കുമാണ്. അതുകൊണ്ട് ആ മെൻറ്റാലിറ്റി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ തന്നെ ഷർട്ട് കുറേ നമ്മൾ വാങ്ങിക്കും. യൂഷീസ് ദ കലിപ്പൻ. സമയം 7 മണിയായിട്ടുണ്ട് കേട്ടോ. കണ്ടൊട്ടും തോന്നില്ലല്ലോ. അതാണ് സമ്മർ തുടങ്ങാനായതിൻ്റെ തിളപ്പാണ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ പോവാം. ഇവിടെയൊക്കെ ഫുൾ ട്യൂലിപ്സ് ആണ്. ഒരാഴ്ചയും കൂടെയൊക്കെ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു. കണ്ടോ ഇവിടെയൊക്കെ ഫുൾ ട്യൂലിപ്സ് വെച്ചിട്ടുണ്ട്. യൂഷന്റെ പോവാം വിഷ് പോവാം. ഇനി യുവിക്ക് വീട്ടിൽ ചെന്നിട്ട് ഡിന്നർ കൊടുക്കണം. സമയം 7-7:15 ആയിട്ടുണ്ട്. വെല്ലെ അവസാനിപ്പിക്കാം. എനിക്കാണെങ്കിൽ എൻ്റെ ഹെയ് ഫീവർ മൂർധന്യാവസ്ഥയിൽ എത്തുന്നത് പോലെയുണ്ട്. പ്രദുവും ഗീതുവും ദീപചേച്ചിയും ദിബിൻ ചേട്ടനും എല്ലാവരും കൂടെ മൈക്കിൾ ജാക്സൺ മൂവി കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. നമ്മൾ നാളെ പോവാന്നാ വിചാരിക്കണേ. അപ്പോൾ യുബീനെ കുറച്ചു നേരം ഗീതുവിൻ്റെയും പ്രദുവിൻ്റെയും അടുത്താക്കാലോ. എനിക്ക് വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ആകെ മൊത്തം കണ്ണുന്നും മൂക്കുന്നും വായെന്നും ഒക്കെ, വായെന്നില്ല മൂക്കുന്നും കണ്ണുന്നും ഒക്കെ ഭയങ്കര ഫ്ലോ തുടങ്ങും. ഞാൻ ഹെയ് ഫീവറിന്റെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യാന്നാ വിചാരിക്കണേ. ഇല്ല, നാളെ വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നെറ്റോസ് പോയില്ലല്ലോ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാന്നാ വിചാരിക്കണേ. പറ്റില്ല, അല്ലെങ്കിൽ വല്ല മാസ്ക് ഒക്കെ ഇട്ട് കിടക്കണം. എൻ്റെ അമ്മയ്ക്ക് ഇതേപോലെ അലർജിയുടെ അങ്ങേ അറ്റാണ് അമ്മയ്ക്ക് അവസാനം തൊണ്ട ചൊറിച്ചിലൊക്കെ കാരണം അമ്മ മൈക്കൊക്കെ വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ശബ്ദം അധികം എടുക്കാൻ വയ്യാഞ്ഞിട്ട്. ആൻഡ് ഫോർച്ചുനേറ്റ്ലി എൻ്റെ കാര്യത്തിലേക്ക് പറയാനുള്ളൂ, ഫോർച്ചുനേറ്റ്ലി ശബ്ദം ഉപയോഗിച്ചിട്ടുള്ള ജോലി തന്നെയാണ് ഞാനും ചെയ്യണത്. അമ്മയും ശബ്ദം ഉപയോഗിച്ചിട്ടുള്ള ജോലി തന്നെയാണ് ചെയ്യണത്. പക്ഷെ ഭയങ്കര തൊണ്ടയ്ക്ക് പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് ശബ്ദം പോവുക, അങ്ങനത്തെ കാര്യങ്ങള് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാസ്ക് ഒക്കെ ഉപയോഗിച്ച് നടക്കാൻ പുറത്ത്. പോളൻസ് വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് നിങ്ങൾ അഭിമുഖീകരിക്കുന്നത്, എങ്ങനെയെങ്കിലും നിങ്ങൾ അത് ഓവർകം ചെയ്തു എന്നുള്ളതൊന്ന് കമന്റ് സെക്ഷനിൽ പറയണേ. എല്ലാ തവണയും സ്പ്രിംഗ് സീസൺ ആയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തുമ്മലും ചീറ്റലും ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ഒരു പ്രശ്നമില്ല അല്ലേ, ടച്ചുവിടുന്നത് അതായിരിക്കട്ടെ. വയ്യായ വരുന്ന സമയത്ത് മുന്നേ ഒക്കെ വയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ മൂടി പുതച്ച് അങ്ങോട്ട് കിടന്നുറങ്ങുക എന്നുള്ള പരിപാടിയിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വയ്യാന്നുണ്ടെങ്കിലും നമുക്ക് യുവിയുടെ കാര്യങ്ങൾ ഒരു മുടക്കം വരാതെ നമുക്ക് ചെയ്യണം എന്നുള്ള നിർബന്ധവും ആഗ്രഹവും നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ കിടക്കാനും പറ്റില്ല, ചെയ്യാനും പറ്റില്ല എന്നുള്ള അവസ്ഥയാണ് എനിക്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട്. ഇന്നൊക്കെ എന്റെ ബെറ്റർ സ്റ്റേറ്റ് ആണ്. ഇന്നലെ തൊട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ഒന്ന് ബെറ്റർ ആയി തുടങ്ങിയത്. മറ്റേത് രാത്രി ഉറങ്ങാനൊന്നും എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. ഒരു 12 മിനിറ്റിൽ നമ്മൾ വീട്. ഈവനിങ് ഒക്കെ ആയില്ലേ, സൂര്യനൊക്കെ അസ്തമിക്കാനായി. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും അധികം പുറത്തുണ്ടായിരുന്നില്ല. നമുക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച റോഡ് പോലെയായിരുന്നു. ഈ ഒരു റോഡിൽ നമുക്ക് ഒരു പോയിന്റിലുണ്ടല്ലോ, നമുക്ക് പ്രോപ്പറായിട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന കാണാൻ വേണ്ടി പറ്റും. ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ പോയി നിന്ന് നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാറിന്റെ മുകളിൽ കൂടെ അതെ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും താണ ഫ്ലൈറ്റ് നമ്മുടെ കാറിന്റെ മുകളിൽ കൂടെ പോകുന്ന നല്ല രസമല്ലേ. നമ്മളിതേ അങ്ങനെ വീട്ടിലെത്തി. ഇനി ഇന്ന് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഇനി ഈവനിങ് നമ്മുടെ സാധാരണ പോലെ നമുക്ക് പോയി റെസ്റ്റ് എടുക്കാം.
ഉഷി ബാക്കിൽ വെറുതെ ശബ്ദം ഉണ്ടാക്കി ഞാൻ ആകാശം നോക്കി നമുക്കൊരു പണി തരാമെന്നുള്ള രീതിക്ക് ട്രിപ്പ് കഴിഞ്ഞു യോഷി. ഉറങ്ങിയ ഇനി ഭക്ഷണം കഴിക്കാ ഉറങ്ങാ. ഇനി എടുത്താ എങ്ങട്ടാന്ന്. ഇതാരാ? അതാരാ യൂഷ്? ഇതാരാണ് യുവാൻ? യൂഷാണോ അത്? ഈ ഫോട്ടോ എടുത്തത് ഇവന്റെ പേര് ഇപ്പൊ വന്ന് യുവിയൊക്കെ മാറി യൂഷ് ആയിട്ടുണ്ട്. യൂഷി യൂഷ് കമോൺ യൂഷ് യൂഷ് അമ്മി കൊണ്ടു കൊണ്ടോ. നമ്മളങ്ങനെ ചെറിയ വേദനയ്ക്കൊന്നും നമ്മൾ കരയില്ല, നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്യും. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. യുവിക്കൊരു ടോയ് വാങ്ങിക്കഴിഞ്ഞാൽ യുവിനേക്കാളും എക്സൈറ്റ്മെൻറ്റ് എനിക്കാണ് കേട്ടോ. അത് അപ്പം തന്നെ തുടച്ച് പൊട്ടിച്ചതിന് ശേഷം എനിക്ക് അപ്പം തന്നെ യുവിക്ക് അത് കൊടുക്കണം. യുവി അത് എക്സൈറ്റ്മെൻറ്റോട് കൂടെ ഫസ്റ്റത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുമല്ലോ കിട്ടുന്ന ഒരു സാധനം നോക്കാൻ വേണ്ടിയിട്ട്. അതെനിക്ക് കാണാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അത്യാവശ്യം സമയം ഇപ്പോൾ മാറ്റിവെക്കുന്ന ഒരു കാര്യമാണ് ഏതൊക്കെ ഏജ് ഗ്രൂപ്പിൽ ഏതൊക്കെ ടോയ്സ് ആയിരിക്കും ഇവർക്ക് നല്ലതായിരിക്കുക ഓരോ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് എന്നുള്ളത്. അത് നോക്കിയിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് ടോയ്സൊക്കെ വാങ്ങിക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ഇവൻ ഇഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്ന ടോയ്സ് ഇല്ലേ, അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ തൽക്കാലം വാങ്ങിക്കാറ്. ഞാൻ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും ഒന്നും വാങ്ങിച്ചു തരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല നമുക്ക്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചത് കിട്ടാതെ പോയിട്ടുണ്ട്. ആ കിട്ടാതെ പോയതിനൊക്കെ അന്നൊരു വിഷമം തോന്നിയിരുന്നെങ്കിലും ഇപ്പം ആലോചിക്കുമ്പോൾ അതിനൊരു ഭംഗിയും തോന്നും കേട്ടോ. സത്യം പറഞ്ഞാൽ അന്ന് ആഗ്രഹിച്ചുടനെ വാങ്ങി കിട്ടിയ കാര്യങ്ങളെക്കാളും അന്ന് വാങ്ങി കിട്ടാത്ത കാര്യങ്ങൾക്കായിരുന്നു ഭംഗി കൂടുതൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുതന്നെയായിരുന്നു മുന്നോട്ട് പോകുമ്പോൾ പൈസ കൂട്ടി വെച്ച് വാങ്ങിക്കാനും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്തത് വാങ്ങിച്ചെടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യുവിയുടെ കാര്യം വരുമ്പോഴും ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്ന കാര്യമാണ്, അവന് വേണ്ട കാര്യങ്ങളെല്ലാം എനിക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നൊരവസ്ഥയാണെങ്കിലും അവനെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കില്ല. ചില കാര്യങ്ങൾ അവനായിട്ട് തന്നെ വാങ്ങിക്കുന്നതിലേക്ക് എത്തണം, എന്നാലാണ് അതിനൊരു ബ്യൂട്ടി വരുള്ളൂ. കഴിച്ചു. ഇനി കുറച്ചു നേരം കൂടെ ഈ മാറ്റിലൊന്ന് ദഹിക്കുന്നത് വരെ നമ്മൾ ആ TV കാണിക്കണം കേട്ടോ. ഇന്നത്തെ കളിയൊക്കെ ആര് ജയിച്ചു എല്ലാം നന്നായി കാണിച്ചു കൊടുക്കണം. കാണിക്കല്ലടോ അതിന് TV. എനിക്ക് തോന്നുന്നു എനിക്കൊരു കുളി അനിവാര്യമാണ്. ആകെ മൂടി കെട്ടിയൊരവസ്ഥ. അപ്പോൾ കുറച്ചു നേരം ചൂടുവെള്ളത്തിലൊക്കെ ഒന്ന് മേലഴുകി കുളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു സിറ്റുവേഷൻ ബെറ്റർ ആവുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ചെറിയൊന്ന് മേലഴുകലൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് വിഷ്ണു യുവിനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഉറക്കാൻ വേണ്ടി കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാത്രി ഇപ്പം അങ്ങനെ ഒരുപാട് തവണ എണീക്കാറില്ല കേട്ടോ. ഇപ്പോൾ സോളിഡ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ, അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ വിശപ്പ് രാത്രി ഉണ്ടാവാറില്ല. ഒരു തവണയോ മാക്സിമം ചില ദിവസം 2 തവണയൊക്കെ എണീറ്റു. ഇന്നിനി നമ്മളും കാര്യമായിട്ട് നമുക്ക് വേണ്ടി ഡിന്നറൊന്നും കുക്ക് ചെയ്യുന്നില്ല കേട്ടോ. കുറച്ച് കഞ്ഞിയോ ചോറോ വിഷ്ണു ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ല സൈനസൈറ്റിസിൻ്റെ ഇഷ്യൂ ഉള്ളത് കാരണം ദിവസത്തിലൊരു 3-4 തവണയെങ്കിലും ആവി പിടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഇത് നല്ല ആവി പിടിക്കുന്ന ഒരു സംഗതിയാണ്. ഇത് എൻ്റെ ഉള്ളത് കേട് വന്നിട്ട് അച്ചുചേച്ചിയുടെ നിന്ന് വാങ്ങിച്ചിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പക്ഷേ കൊള്ളാം, അത്യാവശ്യം നല്ലോണം നമുക്ക് ഫുൾ ആവി അങ്ങോട്ട് പിടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. സ്ക്രീനാണ് കേട്ടോ, ഉറങ്ങുന്നതിൻ്റെ സ്ക്രീനല്ല, അവിടുത്തെ ക്യാമറയുടെ. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഇതിൽ ചാർജറില്ല, ചാർജർ നമ്മൾ വാങ്ങിക്കാൻ പറഞ്ഞു. അപ്പോൾ അത് പോയി വാങ്ങിക്കണം. മാക്ബുക്ക് നിയോന്റെ ആവശ്യമേ എനിക്കുള്ളൂ എന്നുള്ള ഗവേഷണത്തിന്റെ മുകളിലാണ് അവസാനം നമ്മൾ മാക്ബുക്ക് നിയോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചത്. ബാക്കി എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഇതാ മാക്ബുക്ക് പ്രോ. മാക്ബുക്ക് പ്രോ വിഷ്ണുവിൻ്റെ ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ആവശ്യത്തിന്. പക്ഷെ എൻ്റെ ആവശ്യത്തിന് ഇതന്നെ ധാരാളമായിരിക്കും. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിക്കുന്ന ആദ്യത്തെ ലാപ്ടോപ്പാണ്. എൻ്റെ മുന്നത്തെ ലാപ്ടോപ്പ് ലെനോവോ ആയിരുന്നു. അത് അമ്മ വാങ്ങിച്ചു തന്നായിരുന്നു എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന സമയത്ത്. ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത് വാങ്ങിക്കാൻ പറ്റുന്നതിലും ചെയ്യാൻ പറ്റുന്നതിലും ഒക്കെ. അപ്പോൾ ഹലോ, ചാർജറും ഇല്ല ഒന്നുമില്ല. വയറുണ്ട്. പക്ഷെ വയറിൽ കാര്യമില്ലല്ലോ, കോയിലല്ലേ അഡാപ്റ്ററിലെ കാര്യം. നമ്മളിത് ഫോണിന്റെ ചാർജർ വെച്ച് ചാർജ് ചെയ്യാൻ പാടില്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ നാളെ ഒരു ചാർജർ മേടിക്കാം. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സിട്രസ് എന്നാണ് ഇതിന് പറയുന്നത്. അതാ ഇവിടെ എന്തുകൊണ്ട് ഇല്ല പോയി. സോ ദിസ് ഇസ് മൈ ന്യൂ മാക്ബുക്ക് നിയോ.
അതോടുകൂടെ നമ്മുടെ ഒരു ശനിയാഴ്ച ഈവനിങ് ഇവിടെ തീരുകയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു പടം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, എപ്പെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ചധികം വയലൻസ് ഉള്ള പടമായിരുന്നു. കണ്ടതിന് ശേഷം കാണണ്ടായിരുന്നു എന്ന് തോന്നി. പക്ഷെ അതൊക്കെ കണ്ട് നമ്മളൊരു സാറ്റർഡേ ഈവനിങ് അങ്ങനെ അവസാനിപ്പിച്ചു. നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വീണ്ടും ഉടനെ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തന്നെ മലയാളി. ടാറ്റാ.